817.80 കോടി രൂപയാണ് കേന്ദ്രം വായ്പയായി നൽകുക. വായ്പയ്ക്ക് സംസ്ഥാനത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് 20% കേന്ദ്രത്തിന് നൽകേണ്ടി വരും. തൽക്കാലം കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടെന്നാണ് സംസ്ഥാനത്തിന്റെ പുതിയ നിലപാട്. ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2028-നകം 4 ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ. തീരുമാനം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കാമെന്നും വായ്പാ തിരിച്ചടവ് പുനഃക്രമീകരിക്കാമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര തീരുമാനത്തിൽ കോടതി അതൃപ്തി അറിയിച്ചു. മൊറട്ടോറിയമല്ല, വായ്പ എഴുതി തള്ളുകയാണ് വേണ്ടതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യം പരിഗണിക്കാനും കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്.